എല്ലാവർക്കും പാമീസ് കിച്ചൺ വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് നല്ല അടിപൊളി ചോക്ലേറ്റ് കേക്കാണ്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതിന് മുമ്പ് ഈ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ, ആ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ദയവേത് സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നമുക്ക് ആകെ വേണ്ടത് ഡയറി മിൽക്ക്. ഞാൻ 10 രൂപയുടെ ഡയറി മിൽക്ക് ഒരു 4 വാങ്ങിയിട്ടുണ്ട്. ജെംസ് ഒരു 5 രൂപയുടെ ഒരു 3-4 പാക്കറ്റ് വാങ്ങിയിട്ടുണ്ട്. ഓറിയോ ബിസ്ക്കറ്റ് വാങ്ങിയിട്ടുണ്ട് ഒരു 5 പാക്കറ്റ്. പിന്നെ 150 മില്ലി പാല്, പിന്നെ ബേക്കിംഗ് സോഡ അതൊരു സ്പൂൺ മതി. നമുക്ക് ആദ്യം നമ്മുടെ ഓറിയോ ബിസ്ക്കറ്റൊക്കെ കൂടി പൊട്ടിച്ച് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ആ ബിസ്ക്കറ്റ് എടുത്തിട്ട് അത് പൊളിച്ച് അതിൻ്റെ ക്രീമൊക്കെ മാറ്റി എടുത്ത് വയ്ക്കാം. ക്രീമോട് കൂടി ചെയ്യേണ്ടവർക്ക് വേണമെങ്കിൽ ചെയ്യാം. ഞാനത് ചെയ്യുന്നില്ല. ക്രീം എടുത്ത് വെച്ചിട്ട് വീഡിയോയുടെ അവസാനം ഞാൻ വേറൊരു കാര്യം ചെയ്യുന്നുണ്ട്. ഇനി അതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് പൊടിച്ചെടുക്കാം. ഇതാ ഇവിടെ നന്നായിട്ട് പൊടിഞ്ഞിട്ടുണ്ട്. ഇതുപോലെ നല്ല ഫൈനായിട്ട് പൊടിച്ചെടുക്കാം. ഇനി നമുക്കതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ചെറുതായിട്ട് മിക്സ് ചെയ്യാം. ആ മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് 1 സ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം നമുക്കതിലേക്ക് പാലൊഴിച്ച് കൊടുക്കാം. പാലെപ്പോഴും ചേർക്കുമ്പോൾ പച്ചപ്പാലാണ് ചേർക്കുന്നത്, അതുകൊണ്ട് അത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു കൺസിസ്റ്റൻസി ആവുന്നവരെ അത് മിക്സ് ചെയ്യണം. ഇനി നമുക്ക് ഇതുപോലത്തെ ഒരു സ്റ്റീൽ പാത്രം എടുത്തിട്ട് അതിൽ നെയ്യോ ബട്ടറോ ഒഴിച്ചിട്ട് അതൊന്ന് സൈഡിലൊക്കെ ഒന്ന് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം. ഇനി നമുക്ക് ആ ബൗളിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചത് ഈ കൺസിസ്റ്റൻസിയിൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതുപോലത്തെ ഒരു പാത്രം എടുത്ത് അടുപ്പത്ത് വെച്ച് ചൂടാക്കാം. അതിങ്ങനത്തെയോ അല്ലെങ്കിൽ വേറെ ഏത് പാത്രമായാലും കുഴപ്പമില്ല, കുക്കറും യൂസ് ചെയ്യാം. അതിലേക്ക് ഇതുപോലൊരു വളയോ എന്തെങ്കിലും വെച്ച് കൊടുത്തിട്ട് അടി തട്ടാതിരിക്കാനായിട്ടൊരു ക്രമീകരണം സെറ്റ് ചെയ്ത് നന്നായിട്ട് ചൂടാക്കി എടുക്കാം. നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ നമുക്കതിലേക്ക് ആ പാത്രം അടി മുട്ടാത്ത രീതിയിൽ ആ റിങ്ങിൽ വെച്ച് കൊടുക്കാം. എന്നിട്ട് ഒന്ന് മൂടി വയ്ക്കാം. മൂടി വയ്ക്കുമ്പോൾ അതിൻ്റെ എയർ പോകരുത്, അതുകൊണ്ട് നമുക്ക് അതിൻ്റെ മുകളിൽ എന്തെങ്കിലും ഒരു വെയിറ്റ് വെച്ച് കൊടുക്കാം. ഞാനിവിടെ ഉരലാണ് വെച്ച് കൊടുക്കുന്നത്, ചെറിയ ഉരൽ. ബേക്കിംഗ് ടൈം എന്ന് പറയുന്നത് 25 മിനിറ്റ് ആണ്. 25 മിനിറ്റ് നമുക്കത് വെയിറ്റ് ചെയ്യാം. മിനിറ്റ് കഴിഞ്ഞു. നമുക്കത് അതിലേക്കൊരു ഇറുക്കിളിയോ അല്ലെങ്കിൽ ടൂത്ത് പിക്കോ ഉപയോഗിച്ച് ഇങ്ങനെ കുത്തി നോക്കാം. ആ കുത്തി നോക്കിയിട്ട് കുത്തി പൊന്തിച്ചെടുക്കുമ്പോൾ അതുമേ ചോക്ലേറ്റിൻ്റെ അംശമൊന്നും ഇല്ലെങ്കിൽ അത് വെന്തു നമുക്ക് മനസ്സിലാക്കാം. വെന്ത് കഴിഞ്ഞാലേ നമുക്കതെടുത്ത് മാറ്റി ചൂടാറാനായിട്ട് എടുത്ത് വയ്ക്കാം. ചൂടാറുന്ന സമയം കൊണ്ട് നമുക്ക് ഡയറി മിൽക്കൊക്കെ എടുത്ത് പൊട്ടിച്ചൊരു ബൗളിലേക്ക് ഇടാം. ഇനി ആ ഡയറി മിൽക്ക് ഒരു സ്റ്റീലിൻ്റെ പാത്രത്തിലിട്ടിട്ട് നമുക്കത് മെൽറ്റ് ചെയ്തെടുക്കണം. നന്നായിട്ട് മെൽറ്റ് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നല്ല തിളപ്പിച്ച വെള്ളത്തിലേക്ക് ഇത് വെച്ച് കൊടുത്ത് പയ്യെ മിക്സ് ചെയ്തെടുക്കാം. ആ മിക്സ് ചെയ്യുമ്പോൾ അതിലേക്ക് കുറച്ച് പാൽ കൂടെ ഒഴിച്ച് കൊടുത്ത് നമുക്ക് മിക്സ് ചെയ്യാം. അതിലേക്ക് നമുക്ക് നേരത്തെ നമ്മൾ മാറ്റി വെച്ച ആ ക്രീമില്ലേ, ആ ക്രീമും കൂടെ മിക്സ് ചെയ്തിട്ട് അത് രണ്ടും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നല്ല തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസി ആവുന്നവരെ നമുക്കത് മിക്സ് ചെയ്തെടുക്കാം. ഈ സമയം കൊണ്ട് കേക്ക് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. നമുക്കത് ഒരു പാത്രത്തിലേക്ക് മാറ്റണം. അത് സൈഡൊക്കെ നന്നായിട്ട് തിക്കി കൊടുക്കുക. ഒരു നൈഫോ ഇതിൽ ഉപയോഗിച്ച് സൈഡും അടിഭാഗത്തും നന്നായിട്ട് അത് ഇളക്കിയെടുക്കുക. ഇനി നമുക്കൊരു പാത്രം എടുത്തിട്ട് ഇതിൻ്റെ മുകളിലേക്ക് കമത്തി വെച്ചിട്ട് നേരെ തല കീഴായിട്ട് ഇതുപോലെ എടുത്ത് വയ്ക്കുക. അപ്പോൾ ആ കേക്ക് താഴേക്ക് ഇങ്ങനെ വീഴും. എൻ്റെ കേക്കിൻ്റെ അടിഭാഗം കുറച്ച് കരിഞ്ഞ് പോയിട്ടുണ്ടോ എന്നൊരു സംശയമുണ്ട്. എന്നാലും കണ്ടില്ലേ, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, നന്നായിട്ട് വെന്തിട്ടുണ്ട്, നല്ല സോഫ്റ്റൊക്കെ ആയിട്ടുണ്ട്. നമുക്കിനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത ക്രീം ചെറുതായിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. ഒരു കൺസിസ്റ്റൻസിയിൽ തന്നെ വീഴണം. എന്നിട്ട് ഇതുപോലെ അതിൻ്റെ മുകളിൽ ഇങ്ങനെ തേച്ച് പിടിപ്പിക്കുക. മുകളിലും സൈഡിലൊക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക.
ഒരു ചട്ടുക എന്തെങ്കിലും ഉപയോഗിച്ച് നമുക്കത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇത് നമ്മുടെ ജെംസൊക്കെ ഇങ്ങോട്ട് പൊട്ടിച്ചൊരു ബോളിലേക്ക് ഇട്ടിട്ട് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ഇതുപോലെ വെച്ച് കൊടുക്കാം. സൈഡിലൊക്കെ ഇങ്ങനെ വെച്ച് എടുത്തിട്ട് നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. പൊളി സാധനമാണ്. എല്ലാവരും ട്രൈ ചെയ്യണത്. വളരെ സിമ്പിളാണ്, നിങ്ങൾ കണ്ടതല്ലേ. എന്തായാലും ട്രൈ ചെയ്യണം. ഇതുപോലത്തെ വെറൈറ്റീസായിട്ട് പാമീസ് കിച്ചൺ വേൾഡ് വീണ്ടും വരും. ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ, ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക. നമുക്ക് വേറൊരു വീഡിയോയിൽ കാണാം. ബൈ ബൈ.